2019 ഓഗസ്റ്റ് 9 ഇടുക്കി ഗുണ്ടുമല എസ്റ്റേറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട 9 വയസ്സുകാരിയുടെ മരണം കൊലപാതകം തന്നെയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടും പ്രതിയിലേക്ക് എത്തിച്ചേരാനാകാതെ പോലീസ് 5 വർഷം മുൻപ് വീടിനുള്ളിൽ മരണപ്പെട്ട പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ടെന്നും കൊലപാതകമാണെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തുകയും തുടർന്ന് ഇടുക്കി ജില്ലാ നാർക്കോട്ടിക് വിഭാഗം കേസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തെങ്കിലും പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. 5 വർഷമായി തങ്ങളുടെ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കൊലപാതകി പൊതുസമൂഹത്തിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ജീവിക്കുന്നത് ഏറെ വേദനാജനകമാണെന്നും ഇടുക്കി ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്ത സാഹചര്യത്തിൽ പ്രതിയെ പിടികൂടാമെന്നാണ് പ്രതീക്ഷയെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. കേസ് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച് നടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കേസ് നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങോട്ട് അവർ ട്രാൻസ്ഫർ ചെയ്തു. 2021 ശേഷം കേസ് അവരാണ് ഇത് അന്വേഷിച്ചത് കേസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഒത്തിരി നാളായത് കൊണ്ട് നമ്മൾ പോയി കേരള DGPയും സീമ ഓഫീസർ പരാതി കൊടുത്തു. കേസ് അന്വേഷിച്ച് ഒത്തിരി ലേറ്റാകുന്നു, റിസർച്ച് സീക്രട്ട് വന്നു, ഇതിനൊന്ന് എത്രയെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ കേസ് ഇപ്പം നിലവിൽ അവർ ക്രൈംബ്രാഞ്ചിക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഡൗട്ട്, വീട്ടുകാർ എല്ലാവരുടെയും ഡൗട്ട് ഇത് കൊലപാതകം എന്നങ്ങനെ ഞങ്ങൾ ആദ്യം കേസിന് ഫസ്റ്റ് തൊട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. ഇത് സൂസൈഡ് ഇല്ല, ഇത് മർഡർ തന്നെ ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്നുണ്ട്. ഞങ്ങളുടെ സിറ്റുവേഷൻ എല്ലാം കണ്ടിട്ട് പിന്നെ പോലീസ് പറഞ്ഞു ഇത് മർഡർ ചാൻസ് ഇല്ല. ആദ്യം 2019 FIR ഇട്ട കേസ് അങ്ങനെ അവർ പറഞ്ഞു. പിന്നെ നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് AG ലാൽ സാർ വന്നാണ് ഒരു ഡമ്മി ടെസ്റ്റ് കൊണ്ടുണ്ടായിരുന്നു. ആ ഡമ്മി ടെസ്റ്റിന് ശേഷമാണ് അവർ കൺഫേം ചെയ്തത് ഇത് സൂസൈഡ് അല്ല, ഇത് 100% മർഡറാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ സംശയമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അത് നമ്മൾ പോലീസിൽ പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനാ സംശയം വന്നത് കൊണ്ട് ഒരു പെറ്റീഷനും 2020 ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അന്ന് അന്വേഷിച്ച CA അന്വേഷിച്ച DSP സാർ അടുത്ത് ഞങ്ങൾ ഡൗട്ട് ചെയ്യാൻ എന്താ കാരണം ഒരു റിട്ടൺ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ സംശയപ്പെട്ട ആൾമേൽ. മരണം ആദ്യം കണ്ട വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളെ തന്നെയാണോ പ്രതിപട്ടികയിലേക്ക്? അതെ 100% അതാണ് ഡൗട്ട്. എന്തുകൊണ്ടാണ്? പക്ഷെ അവനെ പിടിച്ചെടുത്ത അതിൻ്റെ കൂട്ടുകാരൻ ആരെങ്കിലും ഉണ്ടോ അതെല്ലാം പുറകിൽ വരും. തീർച്ചയായിട്ടും 100% വരും. അപ്പോൾ നിലവിൽ എന്താണ് നിങ്ങളുടെ ആവശ്യം? ഇപ്പോൾ എങ്ങനെയുണ്ട് അന്വേഷണത്തിൻ്റെ പുരോഗതി എന്താണ് പറയുന്നത്? നിലവിലെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിന് പുറകിൽ പോകുന്നുണ്ട്. ഈ വേറെ സെപ്റ്റംബർ 9 വന്ന കൊച്ചിൻ്റെ 5ാമത്തെ വർഷം മരിച്ച ദോസ്മാർ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുന്നോട്ട് പോകും. അത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ലെവലോ അത് പോകും. പക്ഷേ ഞാൻ എന്ന് എത്തണം പോകും ഇതിന് വേണ്ടി. ഒരു മകളുടെ ഒരു അതിദാരുണമായിട്ടുള്ളൊരു കൊലപാതകം അല്ലെങ്കിൽ ഒരു മരണം അത് നടന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഈ പറയുന്ന കോടതിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു നിയമവ്യവസ്ഥ ഭാഗത്തു നിന്ന് നമുക്ക് സംരക്ഷണം അല്ലെങ്കിൽ ഒരു നീതി ലഭ്യമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ ഇത് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. നീതി കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട്. 100% അല്ല തോന്നുന്നു. രീതിക്ക് ഇങ്ങനെയൊക്കെ ഒരു ദുരൂഹ മരണം നടന്നിട്ടുണ്ടെങ്കിൽ അതാത് ഭാഗത്തെ പൗരസമിതികൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റികളെ രൂപീകരിച്ച് അന്വേഷണം വേണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടാറുണ്ട്. ഇല്ല, ഇങ്ങനെ അങ്ങനെ ഒരു സപ്പോർട്ടില്ല. ഒരു സപ്പോർട്ടില്ല. ഇങ്ങനെ ലോക്കൽ പൊളിറ്റീസ് 1-2 പേർ ആദ്യം ഉണ്ടായിരുന്നു, ഒരു ധർണയൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യില്ല. കേസിൽ തന്നെയും കുടുംബത്തെയും നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയെങ്കിലും ഇതുവരെയും തുടർ നടപടികൾ ഇല്ലാത്തത് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയാണെന്നും സംഭവത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും മറ്റ് അധികാരികൾക്കും പരാതി സമർപ്പിച്ചതായും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി.